بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുകയും ഇഹപര നന്മകൾ കരസ്ഥമാക്കുന്നവരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പുതുവർഷത്തിലേക്ക് നാം പ്രവേശിച്ചിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. നോമ്പനുഷ്ഠിച്ചുകൊണ്ടും ഖുർആൻ പാരായണങ്ങളിലൂടെയും മറ്റ് സൽപ്രവർത്തനങ്ങളിലൂടെയും ഈ മാസത്തെ ധന്യമാക്കാൻ നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ആശൂറാ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ഇസ്ലാം പ്രോത്സാഹനം നൽകാത്ത ചില കാര്യങ്ങളും നടന്നു വരാറുണ്ട്. വിശിഷ്യ ഷിയാക്കളിൽ നാം മനസ്സിലാക്കിയ ശർഈയായ വിധികൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വടക്കേ ഇന്ത്യയിൽ, തമിഴ്നാട്ടിൽ, അതായത് വെല്ലൂരിലും മറ്റുമൊക്കെ ഷിയാക്കളുടെ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കിയവരാണ് നാം. ഇങ്ങനെ അറിഞ്ഞും അറിയാതെയും പല കാര്യങ്ങളും അറിവില്ലായ്മ കൊണ്ടും മറ്റും ചെയ്തു പോകുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ അല്ലാമ അൽ ജുഹൂരി മഹാനവറുകൾ പറയുകയാണ്, വലഖദ് സഅൽതു ബഅദ അയിമ്മത്തിൽ ഹദീസ് വൽ ഫിഖ്, ഹദീസിൻ്റെയും ഫിഖഹിൻ്റെയും കർമ്മശാസ്ത്രത്തിൻ്റെയും ഇമാമിങ്ങളിൽ ചിലരോട് ഞാൻ ചോദിച്ചു. അനിൽ കുഹലി, സുറുമയിടുന്നതിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ തബ്ഖിൽ ഹുബൂബ്, ധാന്യങ്ങൾ പാചകം ചെയ്യുക, പുഴുങ്ങുക, അതുപോലെ പുതുവസ്ത്രം ധരിക്കുക, ഇൽഹാറു സുറൂർ, സന്തോഷം പ്രകടിപ്പിക്കുക, ഇതിനെക്കുറിച്ച് ആശൂറാ ദിനത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ്. ആ ദിവസം സുറുമയിടുക, അതുപോലെ തന്നെ സന്തോഷം പ്രകടിപ്പിക്കുക, പുതുവസ്ത്രം ധരിക്കുക ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ആ ഹദീസിൻ്റെയും ഫിഖഹിൻ്റെയും പണ്ഡിതന്മാർ അവർ പറഞ്ഞു, ലം യരിദ് ഫീഹി ഹദീസുൻ സഹീഹുൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് സഹീഹായ ഹദീസ് വന്നിട്ടില്ല. വലഅൻ അഹദി മിന സ്വഹാബ, സ്വഹാബാക്കളിൽ നിന്നും ഒരാളിൽ നിന്നും സ്വഹീഹായ ഹദീസ് വന്നിട്ടില്ല. വലസ്തഹബ്ബഹു അഹദും മിൻ അയിമ്മത്തിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ ഇമാമുമാരിൽ നിന്ന്, മദ്ഹബിൻ്റെ പണ്ഡിതന്മാരിൽ നിന്നൊക്കെ ഒരാളും ഇത് മുസ്തഹബായിട്ട് കൽപ്പിച്ചിട്ടുമില്ല. ഈ ആശൂറാ ദിനത്തിൽ സുറുമയിടുക, അതുപോലെ തന്നെ സന്തോഷം പ്രകടിപ്പിക്കുക, പുതുവസ്ത്രം ധരിക്കുക, ഇതിനെക്കുറിച്ച് നബിതങ്ങളിൽ നിന്നോ സഹാബാക്കളിൽ നിന്നോ ഹദീസ് വന്നിട്ടില്ല. അയിമ്മത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇമാമുമാർ, മദ്ഹബിൻ്റെ ഇമാമിങ്ങളൊക്കെ അവരിൽ നിന്ന് മുസ്തഹബായിട്ട് അവർ പറഞ്ഞായിട്ടുമില്ല. വക്കത, ഇപ്രകാരം തന്നെ മാക്കയില പറയപ്പെട്ടത്, ഇന്നഹു മനിക് തഹല യൗമഹു ലം യർമുദ് ദാലിക്കല്ലാം, ആരെങ്കിലും ഈ മുഹറം 10 ആശൂറാ ദിനത്തിൽ സുറുമയിട്ടാൽ അവന് ആ വർഷം ചെങ്കണ്ണ് രോഗം ബാധിക്കൂല, കണ്ണ് സോക്കട് പിടിപെടൂല എന്ന് എന്നെ സംബന്ധിച്ച്.
വാമാനിയത്തസല യൗമഹു ലം യംറുദ് കദാലിക ഇപ്രകാരം തന്നെ ആശുറാ ദിനത്തിൽ ഒരാൾ കുളിച്ചാൽ, കുളി എപ്പോഴും നല്ല കാര്യമാണ്, പക്ഷെ ആശുറാ ദിനത്തിൽ കുളിക്കല് അത് മർമ്മപ്രധാനമാണ്, അത് പ്രാധാന്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദിവസം ഒരാൾ കുളിച്ചാൽ വരുന്ന വർഷം ആ വർഷം മുഴുവനും അവനക്ക് രോഗം ബാധിക്കൂല എന്ന വിശ്വാസമുണ്ട് എന്ന് ഹദീസ് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഇതും സഹീഹായ ഹദീസിൽ കാണാൻ കഴിയില്ല. കാല അവർ പറയുകയാണ് വഹാസുലു ആകസാരം അന്നമാ വറദ മൻ ഫഅല അശറ ഖിസാലി ആര് യൗമ ആശുറ ആശുറ ദിനത്തിൽ ആരെങ്കിലും 10 കാര്യങ്ങൾ ചെയ്താൽ അവന് ഇന്നത് ഉണ്ട് എന്ന് പറയുന്ന ആ ഹദീസുകൾ വന്നിട്ടുള്ളത് ലം യസിഹ ഫീഹ, അങ്ങനെ വന്നിട്ടുള്ള ഹദീസുകളിൽ സഹീഹായ ഹദീസ് ഇല്ല ഹദീസ് സിയാമി വ തൗസിഅത്തി അലൽ ഇയാൽ. ഈ 10 കാര്യങ്ങൾ ചെയ്തവർക്ക് ഇന്ന ഗുണങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ടെന്ന് പറയുന്ന ഹദീസുകളിൽ 2 കാര്യങ്ങൾ ഒഴികെ നോമ്പ് പിടിക്കുക, അതുപോലെ തന്നെ കുടുംബാദികൾക്ക് വിശാലത ചെയ്തു കൊടുക്കുക, ഈ 2 കാര്യങ്ങൾ ഒഴികെ ബാക്കിയുള്ള 8 കാര്യങ്ങളിലും സഹീഹായ ഹദീസ് വന്നിട്ടില്ല. വഅമ്മ ബാക്കിൽ ഹിസാലി സമാനിയ, ബാക്കി 8 കാര്യങ്ങൾ ഫമിൻഹ മാ ഹുവ ലൈഫ്, ആ 8 കാര്യങ്ങളിൽ ലൈഫായ ഹദീസുകളുണ്ട്, ദുർബലമായ ഹദീസുകൾ. റിപ്പോർട്ടകന്മാർ റാവിമാർ അവരൊക്കെ ദുർബലരാണ്, സഹീഹായ ഹദീസ് അല്ലത്, ലൈഫായ ഹദീസുകളാണ്. അതുപോലെ തന്നെ വമിൻഹ അതിലുണ്ട് മാഹുവ മുങ്കറുൻ മൗലൂ, മുങ്കറായ ഹദീസുണ്ട്, മൗലൂആയ ഹദീസുണ്ട്, നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസുകൾ. ലൈഫാണെങ്കിൽ പിന്നെയും സമ്മതിക്കാം, നിർമ്മിച്ചുണ്ടാക്കിയ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസുകൾ അത് സ്വീകരിക്കാൻ പറ്റൂല. ലൈഫാണെങ്കിൽ സ്വന്തമായിട്ട് അമൽ ചെയ്യാം, ഫത്വക്ക് പറ്റൂല, സ്വന്തമായി അമൽ ചെയ്യാം. ലൈഫ് തന്നെ പല തുറുക്കുകളിലൂടെ പല വഴികളിലൂടെ പല ലൈഫായ ഹദീസുകൾ പല വഴികളിലൂടെ ഒരേ ആശയം വരുന്ന ഹദീസുകൾ വന്നാൽ അത് പിടിച്ചുകൊണ്ട് അമൽ ചെയ്യാം എന്നൊക്കെ കിതാബുകളിൽ ഫിഖഹിന്റെ കിതാബുകളിൽ തന്നെ കാണാൻ കഴിയും. പക്ഷേ മൗലൂ ആയ ഹദീസുകളുണ്ട്, ബാക്കി കാര്യങ്ങളിൽ മുങ്കറും മൗലൂ ഒക്കെ ആയ ഹദീസുകൾ അതിലുണ്ട്. വഖദ് അദ്ദഹ ബഅദുഹും 12 ഖസ്ലത്തൻ, എന്നാൽ ചിലർ 10 കാര്യങ്ങളില്ല 12 കാര്യങ്ങൾ എണ്ണിയവരുണ്ട്. അസ്സലാത്ത്, പ്രത്യേകമായ ആശുറാ ദിനത്തിൽ നിസ്കരിക്കുക, അതുപോലെ തന്നെ നോമ്പ് പിടിക്കുക, അതുപോലെ കുടുംബബന്ധം ചേർക്കുക, സദഖ ചെയ്യുക, കുളിക്കുക, നേരത്തെ സൂചിപ്പിച്ച പോലെ കുളിക്കുക, ഇക്കത്തിഹാൽ സുർമയിടുക, സിയാറത്ത് ആലിം പണ്ഡിതനെ സന്ദർശിക്കുക, രോഗിയെ സന്ദർശിക്കുക, യതീമിൻ്റെ തല തടകുക, കുടുംബാദികൾക്ക് വിശാലത ചെയ്യുക, അന്നേ ദിവസം നഖം വെട്ടുക, സൂറത്തുൽ ഇഖ്ലാസ് 1000 പ്രാവശ്യം, ഖുറാഅത്ത് സൂറത്തുൽ ഇഖ്ലാസ് അൽഫമറ 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. ഇങ്ങനെ 12 കാര്യങ്ങൾ എണ്ണിയിട്ടുണ്ട്. ഇതിൽ 2 കാര്യം നോമ്പ് പിടിക്കുക, കുടുംബാദികൾ വിശാലത ചെയ്യുക എന്നുള്ള സഹീഹായ ഹദീസാണെന്ന് പറയുന്നു. ബാക്കിയുള്ളതിൽ ചിലത് ലൈഫാണ്, അത് പിന്നെയും സമ്മതിക്കാമെങ്കിലും മുങ്കറും മൗലൂആയ ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റില്ല. എന്നാൽ സുർമയിടുക, കുളിക്കുക, സുർമയിട്ടാൽ ആ വർഷം കണ്ണ് സോക്കണ്ണുണ്ടാവൂല, ചെങ്കണ്ണ് ബാധിക്കൂല, കുളിച്ചാലോ ആ വർഷം രോഗമേ ബാധിക്കൂല എന്ന് പറഞ്ഞ ഹദീസ്. വതതയ്യുബു ഫി യൗമി ആശുറ, ആശുറാ ദിവസത്തിൽ സുഗന്ധം പുരട്ടുക, സുഗന്ധം പൂശുക, അത്തർ പൂശുക. ആശുറാ ദിനത്തിൽ എപ്പോഴും അത്തർ പൂശാം, നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാക്കും സലാസ, നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് 3 കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. ഖുറത്തു ഐനി ഫി സലാ, നിസ്കാരം എൻ്റെ കണ്ണിന് കുളിർമയാകുക. വത്തീബു, സുഗന്ധം, വന്നിസാവ്, സ്ത്രീകൾ. ഈ 3 കാര്യം നബിതങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യമാണ്. സുഗന്ധം നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. പക്ഷെ ആശൂറാ ദിനത്തിൽ സുഗന്ധം പുരട്ടുക എന്ന് പറയുമ്പോൾ, അതുപോലെ സുർമയിടുക, കുളിക്കുക എന്ന് പറഞ്ഞ ഹദീസുകൾ ഫമിൻ വദ്ഉൽ കദ്ദാബീന, കള്ളന്മാർ നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസുകളാണ് എന്ന് ഫത്ഹുൽ മുഈൻ യാനത്തും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ ഫിഖഹിന്റെ കിതാബുകൾ കാണാൻ കഴിയും. 2-ാം വാള്യത്തിൽ 417, 416, 417 ഈ ആശയങ്ങൾ കാണാൻ കഴിയും. ഈ ദിവസം ഇമാം ജുഹൂരി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇന്നമൻ ഖാല യൗമ ആശുറ, ആശുറാ ദിനത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബുനല്ലാഹു എന്ന് ബഹുവചനമാക്കി പറയാം,
ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാ മതി. നിഅമൽ വക്കീൽ, വരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവനാണ്. നിഅമൽ മൗല വനിഅമൻ നസീർ, ഏറ്റവും നല്ല മൗല സംരക്ഷകൻ, ഏറ്റവും സഹായി, നല്ല സഹായി അല്ലാഹു തആലയാണ് എന്നർത്ഥം വരുന്ന ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ വനിഅമൽ മൗല വനിഅമൻ നസീർ, അല്ലെങ്കിൽ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ വനിഅമൽ മൗല വനിഅമൻ നസീർ എന്ന് ഒരാൾ 70 മറത്തൻ 70 പ്രാവശ്യം പറഞ്ഞാൽ കഫാഹുല്ലാഹു തആല ശർറ ദാലിക്കൽ ആം, ആ വർഷം എല്ലാ ഷർറുകളെ തൊട്ടും അല്ലാഹു തആല തടയും. എല്ലാ ദോഷങ്ങൾ, എല്ലാ ഉപദ്രവങ്ങൾ, എല്ലാ മോശമായ ഷർറായ കാര്യങ്ങൾ തൊട്ട് തടയും എന്ന് ഇമാം മജ്ഹൂരി റഹ്മത്തുള്ളാഹി പറഞ്ഞു. അല്ലാഹുവിൻ്റെ തൗഫീഖ് പ്രകാരം എല്ലാ ഷർറിനെയും അല്ലാഹു തടയും. ഈ ആനത്തിൽ കാണാൻ കഴിയും ഫിഖിൻ്റെ കിതാബിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്യാദി ദിക്റുകൾ വേറെയുമുണ്ട്. ബുഖാരിയുടെ ശറഹ് എന്ന ഫതഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ചില കലിമത്തുകൾ ആരെങ്കിലും അത് ആശുറാദിനത്തിൽ പറഞ്ഞാൽ യമുത്തു ഖൽബു, അവൻ്റെ കൽബ് മരിച്ചു പോകൂല എന്ന് പറയുന്നുണ്ട്. അവൻ്റെ കൽബ് മരിച്ചു പോകൂല, മനസ്സ് മരിച്ചു പോകൂല. അല്ലേ, എൻ്റെ മനസ്സ് മരിച്ചുപോയി, ചിലർ പറയും ചത്തുപോയി, എൻ്റെ മനസ്സ് നിർജീവമായി പോയി എന്ന് പറയും. അപ്പം മനസ്സ് മരിച്ചു പോകൂല, അല്ല ജീവൻ പോകൂല എന്നുള്ള അർത്ഥമല്ല, മനസ്സ് മരിക്കൂല. ഒരാൾ ഈ കലിമത്തുകൾ പറഞ്ഞാൽ സുദീർഘമായ കലിമത്തുകളാണ്, തസ്ബീഹുകളും തക്ബീറും തഹ്ലീലും അടങ്ങിയ അവസാനം പ്രാർത്ഥനയിൽ അവസാനിക്കുന്ന ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ് മിൽ അൽ മീസാൻ വമുൻതഹൽ ഇൽം വമബ്ലഗ റിളാ വസിനത്തുൽ അർശ് വൽഹംദുലില്ലാഹ് മിൽ അൽ മീസാൻ വമുൻതഹൽ ഇൽം ഇങ്ങനെ തുടങ്ങി അവസാനം അസ്അലുക, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, അസ്സലാമത്ത, സലാമത്ത് നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, രക്ഷ കിട്ടണം എനിക്ക്. റഹ്മത്തിക അജ്മഈൻ, എല്ലാ നിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ടും എനിക്ക് നീ സലാമത്ത് നൽകണം, രക്ഷ നൽകണം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം, എന്നതിനും മഹാനുമായ അല്ലാഹുവേ നിന്നെ കൊണ്ടല്ലാതെ ഒരു കഴിവോ ഒരു സാമർഥ്യമോ ഒന്നും എനിക്കില്ല. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ദുആ കൊണ്ട് അവസാനിപ്പിക്കുക. ഇതൊക്കെ ആശുറാ ദിനത്തിൽ ഇങ്ങനെ ധാരാളം കാണാൻ കഴിയും. പക്ഷേ ഇല്ലാത്ത ഹദീസുകളെ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസുകൾ അത് എല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ സ്വഹീഹായ ഹദീസുകൾ എന്ന് മാത്രമല്ല ലഈഫ് ആണെങ്കിലും സ്വന്തമായി അമൽ ചെയ്യാം, അല്ലെങ്കിൽ പല വഴികളിലൂടെ ഒരേ ആശയം വരുന്ന ഹദീസുകൾ വന്നാൽ അത് അംഗീകരിക്കാമെന്ന് ഫിഖഹിന്റെ കിതാബുകൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ പിന്നെയും തരക്കേടില്ല. നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസുകൾ നമ്മൾ ചവറ്റോട്ടയിലേക്ക് വലിച്ചെറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കി നല്ലത് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പുതുവർഷത്തിൽ മുഹറം 9, 10, 11 ഒക്കെ നോമ്പ് പിടിച്ചുകൊണ്ട് ഈ മാസത്തിൽ എന്തെല്ലാം സൽക്രമങ്ങൾ ധാരാളമായി ചെയ്യാൻ നമുക്ക് കഴിയുമോ അതെല്ലാം ചെയ്ത് ഈ വർഷത്തിൽ ഇബാദത്തുകളെ കൊണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരിയായി ഇബാദത്തുകളിൽ മുഴുകാനും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് പാപങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.